നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 24, 2026 ചൊവ്വ. ഇന്ന് നിഫ്റ്റിയുടെ ഈ മാസത്തെ മന്ത്ലി എക്സ്പയറി ആയതിനാൽ തന്നെ മാർക്കറ്റിൽ ഇന്ന് ഹൈ വോളറ്റാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്നലെയും ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. മാത്രമല്ല, വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ രണ്ട് ട്രേഡിംഗ് സെഷനുകൾക്ക് ശേഷം വീണ്ടും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലേക്ക് 3453.70 കോടി രൂപയ്ക്ക് ബൈയിങ് നടത്തുകയുണ്ടായി. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1292.24 കോടി രൂപയ്ക്ക് സെല്ലിംഗും തുടരുകയുണ്ടായി. ഇന്നലത്തെ ഹ്യൂജ് ബൈയിങ്ങോടുകൂടി വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 1472 കോടി രൂപയ്ക്ക് നെറ്റ് ബയേഴ്സ് ആയിട്ട് മാറുകയുമുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെ അഭിപ്രായങ്ങൾ പ്രകാരം 25,800 എന്ന ലെവലിൽ ഒരുപക്ഷെ നിഫ്റ്റിക്ക് അതിശക്തമായ റെസിസ്റ്റൻസ് നേരിട്ടേക്കാം. ആയതിനാൽ തന്നെ ഈ ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് തുടർന്ന് 25,900, പിന്നീട് സൈക്കോളജിക്കൽ ലെവലായ 26,000 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിന്നെങ്കിൽ മാത്രമേ തുടർന്ന് പുതിയ ഉയരങ്ങളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. അതുകൊണ്ട് തന്നെ 26,000 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കാത്തോടത്തോളം കൺസോളിഡേഷനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവുകയില്ല. എന്നാൽ അതേസമയം 25,600 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് തന്നെയാണ്. ഈ ലെവൽ ഇന്ന് നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി ലോ ആയ 25,400 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. അതേസമയം 25,400 എന്ന ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. 2026 ഏപ്രിൽ 29 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ F&O സെഗ്മെന്റിൽ നിന്നും ഹഡ്കോ, പിരമൽ ഫാർമ, ടാറ്റ ടെക്നോളജീസ്, ടോറന്റ് പവർ തുടങ്ങിയ സ്റ്റോക്കുകളെ ഒഴിവാക്കുവാൻ വേണ്ടി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തീരുമാനിക്കുകയുണ്ടായി. സ്കാഫ്ലർ ഇന്ത്യ, എലാൻഡാസ് ബെക് ഇന്ത്യ, DIC ഇന്ത്യ, AJR ഇൻഫ്ര തുടങ്ങിയ കമ്പനികൾ അവയുടെ Q3 ഏർണിംഗ്സുകൾ ഇന്ന് പ്രസിദ്ധീകരിക്കും. ഇവയുടെ വിശദാംശങ്ങൾ വിശദമായി തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. ഇന്നലെ ജർമ്മനിയിൽ നിന്നും ഫെബ്രുവരി മാസത്തെ ഇൻഫോ ബിസിനസ് ക്ലൈമറ്റ് ഇൻഡെക്സിന്റെ റിലീസ് ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് 2025 ശേഷം മാർക്കറ്റ് എക്സ്പെക്ടേഷനെയൊക്കെ ബീറ്റ് ചെയ്തുകൊണ്ട് ജനുവരിയിലെ 87.6 എന്ന ലെവലിൽ നിന്നും 88.6 എന്ന ലെവലിലേക്ക് യൂറോപ്പിലെ ലാർജസ്റ്റ് എക്കോണമിയായ ജർമ്മനിയിൽ റിപ്പോർട്ട് ചെയ്യുകയുമുണ്ടായി. ഇന്ന് പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളൊന്നും നിലനിൽക്കുന്നില്ലെങ്കിലും നാളെ രാവിലെ ഇന്ത്യൻ സമയം രാവിലെ 7:30 യുഎസിൽ നിന്നും പ്രസിഡന്റ് ട്രംപിന്റെ സ്റ്റേറ്റ് ഓഫ് ദ യൂണിയൻ സ്പീച്ച് വരാനിരിക്കുന്നു. അതായത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന് കൈവരിക്കുവാൻ സാധിച്ച നേട്ടങ്ങളും കൂടാതെ ഈ വരാനിരിക്കുന്ന വർഷങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചുമുള്ള വിശദമായിട്ടുള്ള ഒരു പ്രസംഗം തന്നെയായിരിക്കും അദ്ദേഹം കാഴ്ചവെക്കാൻ വേണ്ടി പോകുന്നതും. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റ് എന്ന പോലെ തന്നെ നാളെ രാവിലെ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുന്നേ ട്രംപിന്റെ സ്പീച്ച് മാർക്കറ്റുകളെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ച US സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ട്രംപ് താരിഫിനെതിരായി വന്ന വിധിയെ തുടർന്ന് ട്രംപ് താരിഫുകളുടെ റീഫണ്ട് നിർബന്ധമാക്കാനുള്ള ബിൽ 22 US സെനറ്റ് ഡെമോക്രാറ്റുകളുടെ സംഘം ഇന്നലെ അവതരിപ്പിക്കുകയും ചെയ്തു. ഇന്നലെ US മാർക്കറ്റിൽ ഹെവി വെയ്റ്റ് ടെക് സ്റ്റോക്കുകൾക്ക് അതിശക്തമായ ഇടിവ് നേരിടേണ്ടി വരികയുണ്ടായി. തൽഫലമായി ഇന്നലെ ഇൻഫോസിസ് ADRന് 5%, വിപ്രോ ADRന് 3%, നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ HDFC ബാങ്ക് ADRന് 1.25%, ICICI ബാങ്ക് ADRന് 1% നഷ്ടം നേരിടേണ്ടതായിട്ടും വരികയുണ്ടായി. എന്നാൽ അതേസമയം ആക്സിസ് ബാങ്ക് ADRന് 0.5%, ഡോക്ടർ റെഡ്ഡീസ് ADRന് 1.5% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. US മാർക്കറ്റിൽ മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ ഇന്നലെ ഹെവി വെയ്റ്റ് ടെക് സ്റ്റോക്കുകളിൽ ഉടലെടുത്ത അതിശക്തമായ സെല്ലിംഗ് പ്രഷറിനെ തുടർന്നും കൂടാതെ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ട്രംപ് താരിഫിനെതിരായിട്ടുള്ള വിധിയെ തുടർന്ന് റിലീഫ് റാലി വെള്ളിയാഴ്ച US മാർക്കറ്റിൽ പ്രകടമായിരുന്നെങ്കിലും നിക്ഷേപകരിൽ ഉടലെടുത്ത ഭയം വീണ്ടും ഇന്നലെ US മാർക്കറ്റുകളെ തളർത്തുകയുണ്ടായി. കാരണം പ്രസിഡന്റ് ട്രംപിന് താരിഫ് അനിവാര്യമാണെന്നും അതുകൊണ്ട് തന്നെ ഏതു വഴിയും വീണ്ടും അദ്ദേഹം താരിഫുകൾ പുനഃസ്ഥാപിച്ചേക്കാമെന്നുള്ള ആശങ്ക നിക്ഷേപകരിൽ ഉടലെടുത്തതിനെ തുടർന്ന് S&P 500ന് 1%, നാസ്ഡാക്കിന് 1.25% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. എന്നാൽ നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 50 പോയിന്റുകളുടെ നേരിയ നേട്ടത്തിലേക്ക് റിക്കവർ രേഖപ്പെടുത്തിക്കൊണ്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK
മാർക്കറ്റിന് നേരിയ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് 0.25%-അടുത്തും ജർമ്മൻ മാർക്കറ്റിന് 1%-ലേറെയും നഷ്ടം നേരിടേണ്ടതായിട്ടും വന്നു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാനായിട്ടും സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് 0.5%-ലേറെ നേട്ടത്തോടുകൂടി വ്യാപാരം ആരംഭിച്ചപ്പോൾ കൊറിയൻ മാർക്കറ്റ് നേരിയ നഷ്ടത്തോടു കൂടിയിട്ടുമാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ നേരിയ ഉയർച്ച അനുഭവപ്പെടുന്നുണ്ട്. അതേസമയം ഗോൾഡിന്റെ വിലയിൽ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം വീണ്ടും ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിലും നിലവിൽ 0.5%-അടുത്ത് ഇടിവാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $76.56 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $66.40 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില $5208.59 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇതുകൂടാതെ ഫെബ്രുവരി 26-ന് ജനീവയിൽ വെച്ച് ഇറാനും യുഎസും തമ്മിലുള്ള ആണവ ചർച്ചകൾ പുനരാരംഭിക്കും. ഈ ചർച്ചകളുടെ മുകളിൽ ആഗോള മാർക്കറ്റ് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുമുണ്ട്. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.98 എന്ന നിലയിലും മാക്സ് പെയിൻ 25,700 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ബുൾസിന്റെയും ബിയേഴ്സിന്റെയും ഇടയിലുള്ള ഇൻഡിസിഷനെ സൂചിപ്പിച്ചുകൊണ്ട് അപ്പർ ആൻഡ് ലോവർ ഷാഡോയോട് കൂടിയിട്ടുള്ള സ്മോൾ ബോഡിഡ് ബുള്ളിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. ഇന്നലെ കൈവരിക്കുവാൻ സാധിച്ച നേട്ടത്തെ തുടർന്ന് നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് മിഡ് ഡേ മൂവിംഗ് ആവറേജുകൾ ഉൾപ്പെടെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി RSIയിലും ഉണർവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 51.54 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. 25,500 എന്ന സ്ട്രൈക്കിലാണ് അതേസമയം പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നതെങ്കിലും 25,700 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.92 എന്ന നിലയിലും മാക്സ് പെയിൻ 61,000 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ഹയർ ലെവൽസിൽ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഹയർ ഹൈ ഹയർ ലോ സ്ട്രക്ചർ നിലനിർത്തുവാനും സാധിച്ചു. തൽഫലമായി അപ്പർ ഷാഡോയോട് കൂടിയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിലും ദൃശ്യമാകുന്നത്. എങ്കിലും എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് തുടരുവാനുമായി RSIയിലും ഉയർച്ച രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 59.63 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 62,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 61,400 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് കാണുന്നത്. 60,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നതെങ്കിലും 61,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഭാരതി എയർടെൽ കമ്പനി തങ്ങളുടെ ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനിയായ എയർടെൽ മണിക്കായി പ്രധാന പദ്ധതികൾ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതിന് പ്രകാരം NBFC അനുബന്ധ സ്ഥാപനത്തിന് 20,000 കോടി രൂപയുടെ മൂലധനം നൽകുകയും ചെയ്യും. അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇത് നടപ്പിലാക്കുകയും ചെയ്യും. പേസ് ഡിജിടെക് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ ലീനേജ് പവറിന് റിലയൻസ് ഇൻഡസ്ട്രീസിൽ നിന്ന് 158.7 കോടി രൂപയുടെ പർച്ചേസ് ഓർഡർ ലഭിക്കുകയുണ്ടായി. സൈൻ പോസ്റ്റ് ഇന്ത്യ കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്ന് 450 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. എക്സ്ക്ലൂസീവ് ഔട്ട്ഡോർ പരസ്യങ്ങൾ അവകാശങ്ങൾക്കായി പട്ടേൽ എഞ്ചിനീയറിംഗ് മഹാരാഷ്ട്ര കൃഷ്ണവിലാസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് 33.25 കോടി രൂപയുടെ കരാർ കമ്പനിക്ക് ലഭിച്ചു. സിൽവർ ടച്ച് ടെക്നോളജീസ് തന്ത്രപരമായ ഡിജിറ്റൽ പരിവർത്തന ഇടപാടിനായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നും കമ്പനിയെ തിരഞ്ഞെടുക്കുകയുണ്ടായി. ചാലറ്റ് ഹോട്ടൽസ് ഹൈദരാബാദിലെ മദാപൂരിൽ 632.8 കോടി രൂപ മുതൽ മുടക്കിൽ 36,255 ചതുരശ്ര അടി വിസ്തീർണമുള്ള വാണിജ്യ റീറ്റെയിൽ സ്ഥലത്തോടൊപ്പം 330 മുറികളുള്ള ഒരു ആഡംബര ഹോട്ടലിന്റെ വികസനത്തിന് ബോർഡ് അംഗീകാരം നൽകി. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ 2004 സെപ്റ്റംബർ മുതൽ 2010 മെയ് വരെയുള്ള കാലയളവിലേക്ക് കൊച്ചിയിലെ സെൻട്രൽ ടാക്സ് ആൻഡ് സെൻട്രൽ എക്സൈസ് വകുപ്പിൽ നിന്ന് 1,816.65 കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡ് ഓർഡർ
ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. സമവർദ്ധന മൊതേഴ്സൺ ഇന്റർനാഷണൽ മറേലിയുമായി സംയുക്ത സംരംഭത്തിൽ മദർസൺ ഗുജറാത്തിലെ സനന്ദിൽ ഒരു നിർമ്മാണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. വൺ മൊബിക്വിക് സിസ്റ്റംസ് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ മൊബിക്വിക് സെക്യൂരിറ്റീസ് ബ്രോക്കിംഗിന് സ്റ്റോക്ക് ബ്രോക്കിംഗ് ബിസിനസ് ആരംഭിക്കുന്നതിന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും അനുമതി ലഭിക്കുകയുണ്ടായി. സിഗ്മ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും അനുബന്ധ പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുമായി ഏകദേശം 100 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.